താരനുണ്ടാകാൻ മോശം ശുചിത്വം മാത്രമല്ല, കാരണം പല ഘടകങ്ങൾ ഇതിനു പിന്നിലുണ്ട്. കറുത്ത ഷർട്ടിന്റെ തോളിൽ വെളുത്ത പൊടികൾ കാണുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കുമോ എന്ന പേടി, മുടി ചീകുമ്പോൾ തലയിൽ നിന്ന് പൊടിഞ്ഞു വീഴുന്നത് കാണുമ്പോഴുള്ള ബുദ്ധിമുട്ട്, ചിലപ്പോൾ അടുപ്പമുള്ളവരുടെ പോലും പരിഹാസങ്ങൾ. ഈ പ്രശ്നങ്ങൾ ഒരുപാട് പേരുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ട്. വരണ്ട ചർമ്മം, ഡ്രൈ സ്കിൻ. പ്രത്യേകിച്ച് തണുപ്പുള്ള മാസങ്ങളിൽ ചർമ്മം വരളുമ്പോൾ തലയോട്ടിയിലും താരനുണ്ടാകാം. സെബോറേക് ഡെർമറ്റൈറ്റിസ്. ഇത് താരന്റെ ഒരു സാധാരണ രൂപമാണ്. തലയോട്ടിയിൽ എണ്ണമയം കൂടുതലുള്ള ഭാഗങ്ങളിലുണ്ടാകുന്ന ചർമ്മരോഗമാണിത്. ചുവന്ന പാടുകൾ, എണ്ണമയമുള്ള അടരുകൾ, ചൊറിച്ചിൽ എന്നിവ ഇതിന്റെ ലക്ഷണമാണ്. മലസേസിയ എന്ന ഫംഗസ്. ഈ ഫംഗസ് മിക്ക ആളുകളുടെയും തലയോട്ടിയിലുണ്ട്. ഇത് തലയോട്ടിയിലെ എണ്ണ സെബുമുമായി പ്രതിപ്രവർത്തിച്ച് ചില ഫാറ്റി ആസിഡുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് ചിലരിൽ ചർമ്മകോശങ്ങൾ സാധാരണയേക്കാൾ വേഗത്തിൽ അടർന്നുപോകാൻ കാരണമാകുന്നു. ഇത് താരനായി മാറുന്നു. മതിയായ ഷാമ്പു ഉപയോഗിക്കാത്തത്. തല കഴുകുന്നത് കുറയുമ്പോൾ എണ്ണമയം, അഴുക്ക്, നിർജ്ജീവ ചർമ്മകോശങ്ങൾ എന്നിവ തലയോട്ടിയിൽ അടിഞ്ഞുകൂടി താരൻ കൂടാൻ സാധ്യതയുണ്ട്. ചില ഉൽപ്പന്നങ്ങളോടുള്ള സംവേദനക്ഷമത, സെൻസിറ്റിവിറ്റി ടു ഹെയർ പ്രൊഡക്ട്സ്. ചില ഹെയർ കെയർ ഉൽപ്പന്നങ്ങളിലെ ചേരുവകളോടുണ്ടാകുന്ന പ്രതികരണവും താരന് കാരണമായേക്കാം. സ്ട്രെസ്, ഭക്ഷണക്രമം. അമിതമായ മാനസിക സമ്മർദ്ദവും ഭക്ഷണശീലങ്ങളും. ഉദാഹരണത്തിന്, പഞ്ചസാരയുടെ അമിത ഉപയോഗം താരനെ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. വീട്ടിൽ തന്നെ പരീക്ഷിക്കാവുന്ന ചില ഫലപ്രദമായ മാർഗ്ഗങ്ങളിതാ. 1. തൈര്. കുറച്ച് തൈരെടുത്ത് തലയോട്ടിയിൽ നന്നായി തടവുക. 10 മുതൽ 15 മിനിറ്റ് വരെ വച്ചശേഷം കഴുകിക്കളയുക. തൈരിലെ ലാക്റ്റിക് ആസിഡ് തലയോട്ടിയിലെ മൃതകോശങ്ങളെ നീക്കം ചെയ്യാനും ഫംഗസിനെ നിയന്ത്രിക്കാനും സഹായിക്കും. 2. വെളിച്ചെണ്ണയും നാരങ്ങാനീരും. കോക്കനട്ട് ഓയിൽ ആൻഡ് ലെമൺ ജ്യൂസ്. അല്പം വെളിച്ചെണ്ണയിൽ തുല്യ അളവിൽ നാരങ്ങാനീര് ചേർത്ത് തലയോട്ടിയിൽ പുരട്ടി 20 മുതൽ 30 വരെ മിനിറ്റിന് ശേഷം കഴുകിക്കളയുക. വെളിച്ചെണ്ണ തലയോട്ടിക്ക് ഈർപ്പം നൽകും. നാരങ്ങയിലെ സിട്രിക് ആസിഡ് താരനെതിരെ പ്രവർത്തിക്കാൻ സഹായിക്കും. 3. ആര്യവേപ്പില, നീം ലീവ്സ്. കുറച്ച് ആര്യവേപ്പില വെള്ളത്തിൽ തിളപ്പിച്ച് ആ വെള്ളം തണുത്ത ശേഷം തല കഴുകാൻ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഇല അരച്ച് പേസ്റ്റ് രൂപത്തിൽ തലയോട്ടിയിൽ പുരട്ടുക. ആര്യവേപ്പിലയ്ക്ക് ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗൽ ഗുണങ്ങളുണ്ട്. ഇത് താരനെ ഫലപ്രദമായി പ്രതിരോധിക്കും. ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. ഇമ്പോർട്ടന്റ് ടിപ്സ്. സിങ്ക് പൈരിഥിയോൺ, സെലിനിയം സൾഫൈഡ്, കീറ്റോകോണസോൾ തുടങ്ങിയ ചേരുവകളടങ്ങിയ ഒരു നല്ല ആന്റി ഡാൻഡ്രഫ് ഷാമ്പൂ ഉപയോഗിക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉചിതം. സ്ഥിരമായ ശുചിത്വം. മുടി പതിവായി കഴുകുക. നിങ്ങൾ ഉപയോഗിക്കുന്ന ചീപ്പും ടവലുകളും മറ്റു മുടി ഉപകരണങ്ങളും വൃത്തിയായി സൂക്ഷിക്കുക. മാനസിക സമ്മർദ്ദം കുറയ്ക്കുക. ആരോഗ്യകരമായ ഭക്ഷണം. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പരിഹാസങ്ങളെക്കുറിച്ച് വിഷമിക്കേണ്ട. താരൻ ഒരു സാധാരണ ആരോഗ്യപ്രശ്നം മാത്രമാണ്. ശരിയായ പരിചരണത്തിലൂടെ ഇത് മാറ്റിയെടുക്കാൻ സാധിക്കും. ഈ പരിഹാരമാർഗ്ഗങ്ങൾ പരീക്ഷിച്ചിട്ടും താരൻ കുറയുന്നില്ലെങ്കിൽ ഡെർമറ്റോളജിസ്റ്റ് കാണുന്നത് ഉചിതമാണ്. കാരണം താരൻ പോലെ തോന്നിക്കുന്ന മറ്റ് ചർമ്മരോഗങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്.